ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ നെയിൽ ഫ്ലോൾസ് ഇൻ ലവിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ രണ്ട് ആൾക്കാരെ കാണിക്കുന്നത്. അവർ വന്ന് സൈക്കിളിൽ ഇറങ്ങുന്ന സമയത്തും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നാഗരാജാവിൻ്റെ അമ്പലമുണ്ട്, അവിടെ ഒരു നാഗമാണിക്യമുണ്ട്. ആ നാഗമാണത്തിൻ്റെ പ്രത്യേകം നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു തരും. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പെൺമക്കളെയാണ്. ഒരു പക്ഷേ നമ്മളൊരു ആഗ്രഹം ചോദിച്ചത് സാധിച്ചിട്ട് ആ പെൺമക്കളെ കൊടുത്തില്ലെങ്കിൽ ഈ നാഗമാണിക്യം തന്നെ വന്നിട്ട് ആ പെൺപിള്ളേരെ കൊണ്ടുപോകുന്നു. മാത്രമല്ല അവിടെ ഒരു അമ്മ ഇരുന്നിട്ട് എൻ്റെ കുഞ്ഞെന്തി എന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയുന്നു കേട്ടോ. അപ്പോൾ ഇവരിത് നോക്കി നിൽക്കുന്ന സമയത്ത് ഇവരെ കാണുന്നതോടുകൂടി ഇവർ അവിടെ നിന്ന് പേടിച്ചു പോകണം. അവിടെ നിന്ന് നേരെ സീൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നിക്ക് വന്നിട്ട് നമ്മുടെ വിറ്റിയെ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. വേണമെന്നല്ല, ഇവളുടെ കഴുത്തിന് ഇപ്പോൾ ചെറുതായിട്ട് ഞാൻ മുറിവ് പറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്യാപ്റ്റൻ ബൈ വന്ന് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അവളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു പറഞ്ഞിട്ട് നിക്ക് കളിയാക്കുവാണ്. അങ്ങനെ ഇവൻ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതെല്ലാം കേട്ടോണ്ട് ക്യാപ്റ്റൻ ബൈ വരും കേട്ടോ. എന്നിട്ട് പറയുവാണേ, ജോലിയൊന്നുമില്ലേ, മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. എന്നിട്ട് ഇവൻ നേരെ ഇവൻ്റെ ഓഫീസ് റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം, ഫസ്റ്റ് സീനിൽ ഇവർ രണ്ടുപേരും ഇവിടെ ഓഫീസിൽ വെച്ചല്ലോ കാണുന്നത്. ഫസ്റ്റ് മീറ്റ് വന്നിട്ട് അവിടെ ആ ഒരു മിഷൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം രണ്ടുപേർക്കുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും മുഖം കലിപ്പായിട്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ഇവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കെട്ടുണ്ട്, അത് വേറൊന്നുമല്ല, അന്ന് അവൾ കടിച്ചതിൻ്റെ കെട്ടാണ്. പക്ഷെ അവൻ അവിടെ എല്ലാവരുടെ അടുത്തും പറയുന്നത് പട്ടി കടിച്ചതാണ് കേട്ടോ. അപ്പം നമ്മുടെ വന്ന് മിങ്ങ് വന്ന് ഒരു മെഡിസിൻ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ഇത് തേച്ചാൽ പട്ടി കടിച്ചതിൻ്റെ ഇതെല്ലാം മാറുന്നു. അപ്പം എടുത്തുകൊണ്ട് നമ്മുടെ വിറ്റ പറയാണ്, സോറി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തതാണ്, ക്ഷമിക്കണം. അപ്പം ഇങ്ങനെ മനസ്സിലാവും ഇത് വേറെ ആരും കടിച്ചതല്ല, നമ്മുടെ വിറ്റ കടിച്ചതാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ബൈ വന്നിട്ട് ഇവൾക്ക് വന്നേ പോലീസിൻ്റെ ആ ബാഡ്ജ് എല്ലാം കൊടുത്തിട്ട് വേണം, നീ വേണമെങ്കിൽ നോക്കിക്കോ, നീ ഈ ഒരു ജോലിക്ക് വന്നതിന് നിന്നെ കൂടെ ഞാൻ റിഗ്രറ്റ് ചെയ്യിക്കും, നീ എത്ര കാലം ഇവിടെ നിൽക്കുന്നു, ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ഇവളും തിരിച്ച് വെല്ലുവിളിച്ചു. ആ സമയത്ത് വിറ്റ് അന്വേഷിച്ച് അവിടെ ഭയങ്കര ഹാൻസം ആയിട്ടുള്ളൊരു പയ്യൻ വരും കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വിചാരിക്കണോ അപ്പോൾ ഇതായിരിക്കും വിറ്റയുടെ ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും ഇവൻ്റെ അടുത്ത് നല്ല രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ വിറ്റയും പയ്യും തമ്മിൽ ഭയങ്കര വഴക്കാണെന്നുകൊണ്ടിരിക്കാനകത്ത്. വിറ്റ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ലപോലെ അന്വേഷിച്ചു, ആ നാഗമാണിത്യത്തിൻ്റെ കേസ് വന്ന് ലോക്കൽ പോലീസിനല്ലേ ചെല്ലണ്ടേ, നിങ്ങളിപ്പോൾ ആക്ച്വലി വെക്കേഷനിലായിരുന്നു, ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ആത്മബന്ധം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ബൈന് വന്നത് പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് വഴുതി മാറിയാണ് സംസാരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇവൾ പുറത്തു വരുന്ന സമയത്തും എല്ലാവരും പറയുന്നതാണ്ടേ നമ്മുടെ വിറ്റയെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് കേട്ടോ. എല്ലാവരുടെയും വിചാരം വന്നിട്ട് ഇത് ബോയ് ഫ്രണ്ടാണല്ലേ, പക്ഷേ ആക്ച്വലി ഇത് വന്നിട്ട് നമ്മുടെ വിറ്റയുടെ ഒരേ ഒരു ചേട്ടനാണ്. മാത്രമല്ല ആ ചേട്ടൻ്റെ പേരാണ് വാസു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നിരാശരാകും. കാരണം വെച്ചാൽ ഇത്രയും ഹാൻസം ആയിട്ടുള്ളൊരു ചെറുക്കൻ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും വാങ്ങിക്കരു നോക്കിയെന്ന് പറയുന്നത്. പക്ഷേ ചേട്ടനെന്ന് പറഞ്ഞപ്പോൾ ഒരു പേരാണ്, 10 ഫയൽ നോക്കേണ്ട സമയം ചുമ്മാ കളഞ്ഞെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും അവർ വഴിക്ക് പോകാം. മാത്രമല്ല ബോയ് ഫ്രണ്ടാണെന്നൊക്കെ കേട്ടോണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ബൈയും വന്ന് പുറത്തൊക്കെ വന്ന് നോക്കിയിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം അവിടുത്തെ ചീഫും നമ്മുടെ ക്യാപ്റ്റൻ ബൈയും കൂടി ഇരുന്ന് സംസാരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ചീഫ് പറയുകയാണ്, നീ എന്തിനാണ് ഈ വിറ്റയിടത്ത് ഇത്രയും ഹാർഷായി സംസാരിക്കുന്നത്, ഇച്ചിരി മയത്തിലൊക്കെ സംസാരിക്കുക എന്ന് പറയുന്ന സമയത്ത് ബൈ പറയാണ്, ഓക്കെ സാർ, നിങ്ങൾ പറയുന്നത് ഓക്കെയാണ്, മേലുദ്യോഗസ്ഥന്മാരോട് ഇവൾ കംപ്ലയിൻറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ അവർ പറയുമായിരിക്കും അവൾക്ക് എലിജിബിലിറ്റി ഉണ്ടല്ലോ, അവൾ പോലീസായിരിക്കട്ടെ എന്ന്. പക്ഷെ ഞാൻ വിചാരിക്കുന്നതല്ല, അവൾക്ക് ഞാനൊരു ചാൻസ് കൊടുക്കാതിരിക്കുന്നില്ല. ഈ ചാൻസ് ഉപയോഗിച്ച് അവൾ സ്വയം മനസ്സിലാക്കട്ടെ, അവൾ ഈ ജോലിക്ക് അവൾ ഓക്കെ അല്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കട്ടെ. കാരണം അവളെ പോലെയുള്ള ഒരാളൊക്കെ എന്ന് വെച്ചാൽ സ്വയം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളൊക്കെ പോലീസായിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്, അതിനുള്ള യോഗ്യത ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞ സമയത്ത് ചീഫ് പറയണം, പക്ഷെ അവൾക്ക് ആ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നും. അപ്പോൾ നമ്മുടെ ബൈ ഒരു കാര്യം ആലോചിക്കുക, ഇവന് വന്നിട്ട് ബദിൻ എന്ന് പറയുന്ന ഒരാളെ അറിയായിരുന്നു. അയാൾ വന്ന് ഇതേ കണക്ക് നമ്മുടെ വിറ്റയുടെ കണക്ക് ഭയങ്കര ഇൻ്റലിജൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ടും ബൈ ഒരു കാര്യം പറയണം, ഒരു പക്ഷേ ശരിയായിരിക്കും, ഭയങ്കര ഇൻ്റലിജൻസ് ഒക്കെ അവൾക്ക് കാണാം, പക്ഷെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ലല്ലോ, ലൈഫ് കൊണ്ടുപോയി തുലയ്ക്കുന്നില്ല, എന്താ അർത്ഥം എന്ന് പറയുവാണ്. ഈ സമയത്ത് അങ്ങോട്ട് വന്ന് ലിങ് വന്നിട്ട് പുതിയൊരു കേസിൻ്റെ കാര്യം പറയാം. വേറെ മേരി എന്ന് പറയുന്ന ഒരാളുടെ മോളെ വന്ന് കാണാതെ പോയിട്ടുണ്ട്, അത് നാഗമാണിക്കുമായിട്ട് ബന്ധപ്പെടുന്നൊരു കേസാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. എന്നിട്ടാണെങ്കിൽ ലിങ്ങാണ് എല്ലാവരും ടീമായിട്ട് മീറ്റിംഗ് വിളിച്ചിരുത്തിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് കേസിൻ്റെ
പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മേരി എന്ന് പറയുന്നത് ആക്ച്വലി വന്നിട്ട് ആ ഒരു പെങ്കൊച്ചിൻ്റെ സ്റ്റെപ്പ് മദറാണ്. പപ്പ ഇപ്പോൾ ജീവനോടെ ഇല്ല. ഈ മേരി വന്നിട്ട് ഈ നാഗമാണിക്യം അല്ലെങ്കിൽ നാഗരാജാവ് എന്ന് പറഞ്ഞില്ലേ, അവരുടെ അടുത്ത് ഭയങ്കര ഭക്തികളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം അവർക്കൊരു ലോട്ടറി അടിച്ചായിരുന്നു. പക്ഷെ ലോട്ടറി അടിച്ചതിന് ശേഷം അവർ വാക്ക് കൊടുത്ത പോലെ മോളെ കൊടുക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് നാഗൻ തന്നെ വന്നിട്ട് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ തെളിവാണെന്ന് പറഞ്ഞ് മറ്റേ പാമ്പ് വന്ന് കയറിയ പാടെല്ലാം തന്നെ ഇവർ ചുമരിലുള്ള ഫോട്ടോസ് എല്ലാം വന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്നെ കൈ വെക്കുന്നത് നമ്മുടെ വിറ്റയാണ്. വിറ്റ് പറയണം എനിക്ക് തോന്നുന്നു ഇത് വന്ന് നാഗമാണിക്യത്തിൻ്റെ കേസുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് പറയാൻ വരുമ്പോഴേക്കും അവിടെ നിന്നുകൊണ്ട് നിക്ക് പറയാണ് പറയല്ലേ എന്ന്. അപ്പോൾ ഇന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ബൈക്ക് ഈ നാഗമാണിക്യത്തിൻ്റെ കേസുമായിട്ട് വേറെ എന്തോ ഒരു റിലേഷൻഷിപ്പും ഉണ്ട്. എന്നിട്ട് എല്ലാവരും വന്ന് ക്രൈം സ്പോട്ട് കാണാനായിട്ട് പോവാന്ന് പറയുന്ന സമയത്ത് വിറ്റിയും എടുത്തിയാടി വരാമെന്ന് പറയും കേട്ടോ. പക്ഷെ നമ്മുടെ ബൈ വരും, നീ വരണ്ട ഞങ്ങൾ പൊക്കോളാമെന്നും പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇവള് കുറേ കെഞ്ചി നോക്കിയെങ്കിലും ആ മറ്റേ ഹാനും സമ്മതിക്കത്തില്ല, നീ വരണ്ട നിനക്ക് ഇവിടെ ഓഫീസിലുള്ള വർക്ക് നോക്കുമെന്നും പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഇവളിവിടെ ആക്കിയിട്ട് പോവാണ്. അപ്പം നമ്മുടെ വിറ്റിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ കേട്ടോ. അവൾ നേരെ ചെല്ലുന്നത് ബൈനെ കാണാനാണ്. അവൾ ചോദിക്കും ഞാനെന്താ വന്നാലേ എന്താ എനിക്ക് വന്നോളൂ, ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ എന്ന് പറയുന്ന സമയത്ത് ഇവൻ ചെയ്യുന്ന വെച്ചാൽ ഒരു വൈറ്റ് കളർ കോട്ട് പോലത്തെ സംഭവം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പറയാണ് ഒരു മാർക്കർ എടുത്തിട്ട് പറയുകയാണ് ഇത് കത്തിയാന്ന് വിചാരിക്കും, ഞാൻ നിന്നിപ്പോൾ ഇത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നീ എങ്ങനെ തടയുമെന്ന് പറഞ്ഞിട്ട് അവളുടെ മേത്ത് കുറേ സ്ക്രാച്ച് വീഴ്ത്തു കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും അവൾക്ക് തടയാൻ പറ്റത്തില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടം ചെയ്തിട്ട് അവൾക്ക് തടയാൻ പറ്റത്തില്ല. എന്നിട്ട് ബൈ പറയാം ഇതുകൊണ്ടാണ് പറഞ്ഞ് നിൻ്റെ അടുത്ത് വരണ്ട, നീ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആക്ച്വലി എനിക്ക് വന്ന് ആ ഒരു കൾപ്രിറ്റിനെ പിടിക്കാമോ അത് ഞാൻ നിന്നെ പിടിക്കും, അത് നടക്കുന്ന കാര്യം എനിക്ക് ആദ്യം സ്വയം സംരക്ഷിക്കാൻ നീ പഠിക്കും, എന്നിട്ട് ബാക്കി ക്രൈം സ്പോട്ടിലൊക്കെ ചെന്നുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്താമെന്നും പറഞ്ഞിട്ട് ബൈ അവിടെ നിന്ന് വരുവാണ്. ഇനി അവരെ എല്ലാവരും വന്ന് മേരിയുടെ വീട്ടിൽ ചെന്നിട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ വിറ്റിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അവൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമല്ല, പോകുന്ന സമയത്ത് ലിങ്ക് വന്നിട്ട് ഇവളുടെ കയ്യിൽ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഏൽപ്പിച്ച് പോയി കാണും. കാരണം ഇവർ രണ്ടുപേര് പുതിയതായിട്ട് വന്നുകൊണ്ട് ഇവരെ പോലീസ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം റിപ്രസെൻറ്റ് ചെയ്യുന്ന ചിത്രം വരയ്ക്കാനായിട്ട് കൊടുത്തിട്ട് പോയി കാണും. അപ്പോൾ അത് വരച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ വിറ്റ. ഇനി നമ്മുടെ മേരിയുടെ അവിടെയാണെങ്കിൽ ഇവർ ചെന്ന് ക്രൈം സ്പോട്ട് എല്ലാം നോക്കുന്ന സമയത്ത് മേരി എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുക. ഒരു തരത്തിലുള്ള തെളിവ് അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ അവർക്കാണെങ്കിൽ മേരിയുടെ അടുത്തൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയല്ലേ. അതുകൊണ്ട് തന്നെ അവർ പുറത്തുള്ള ആൾക്കാരുടെ എല്ലാം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുവാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് മേരിയാണെങ്കിൽ അയൽപ്പക്കക്കാരായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അവരിങ്ങനെ ക്രൈം സ്പോട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിറ്റിയാണെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മിങ് വിളിച്ചിട്ട് പറയാണ് നീ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഞങ്ങൾ വരാൻ ഇച്ചിരി ലേറ്റ് ആവും, നീ പൊക്കോളാൻ പറഞ്ഞിട്ട് നമ്മുടെ വിറ്റയെ വിളിച്ച് പറയാണ്. അപ്പോൾ വിറ്റ വിചാരിക്കണം ഓക്കെ ക്രൈം സ്പോട്ടിൽ പോകാൻ പറ്റിയില്ല, ഇവിടെ നിന്നിട്ടെങ്കിലും ആലോചിച്ചിട്ടും റിസൾട്ട് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട് ഓൾറെഡി ഇവർ വന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ കുറേ ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് എവിഡൻസ് വെച്ചിട്ട് ഓരോന്നും പറഞ്ഞു കാണുമല്ലോ മീറ്റിങ്ങിൽ. അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് നല്ലപോലെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് അവിടെ തന്നെ അവൾ ചെന്ന് നിന്നിട്ട് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ഇമാജിനേഷൻ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഇമാജിനേഷൻ ചെയ്തിട്ട് അവൾ ഇതിലെത്തും എന്നുള്ള ലെവൽ വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് വേറെ ആൾ വരും. അത് വേറെ ആരുമല്ല, അന്ന് അവൾ സെൻ എന്ന് പറഞ്ഞൊരാളെ കണ്ടു കാണുമല്ലോ. ആ ഷിൻ എന്ന് പറയുന്ന പെങ്കൊച്ചിനെ രക്ഷപ്പെടുത്തിയപ്പോൾ ഒരു ചെറുക്കനെ കണ്ടില്ലേ സെൻ, അവൻ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ പോകുന്നതിന് മുമ്പ് മേരി അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവർ ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ മേരി പറയുന്ന കാര്യം ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ചെയ്ത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ഇന്ന് എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു, ഞാൻ ആ ലോട്ടറി ടിക്കറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മോളെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ആ നാഗം വന്ന് എൻ്റെ മോളെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയും കേട്ടോ. ഇവർ വേറെ കുറേ രീതിക്ക് ചോദിക്കുന്നെങ്കിലും ഈ ഒരു ലേഡി ഇത് തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം വേറൊരു സ്ഥലം കാണിക്കും നാഗമണിക്കൊക്കെയുള്ള. അവിടെ വന്ന് കുറേ പെൺപിള്ളേരെ ഇതുപോലെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം അവിടെ അടുത്തുള്ള നാഗരാജാവിൻ്റെ അമ്പലത്തിൽ ഈ നാഗമാണിക്യത്തിൻ്റെ അമ്പലമില്ലേ, അവിടെ വന്ന് ഈ പോലീസുകാരെല്ലാം ചെന്ന് എന്തെങ്കിലും പ്രൂഫ് കിട്ടുമെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ ടൈമിൽ ആ പെൺപിള്ളേരെ കടത്തി വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു പെങ്കൊച്ചി ഒന്ന് രക്ഷപ്പെടാൻ നോക്കുക. അതിൽ ഒരുത്തൻ വന്നിട്ട് ഇവളെ അടിച്ച് കുറേ ചോര വീഴ്ത്തി അവിടെ കിടക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളൊരാളുണ്ട്, അയാളാണ് എഗ് അവിടെ വന്നിട്ട് ആരാണോ ആ പെങ്കൊച്ചിനെ അടിച്ച് ചോര വരുത്തി അവനെയാണെങ്കിൽ അടിച്ച് പിന്നെ അവനെ ചോര വരുത്തിട്ട് പറയാം ഞാൻ എത്ര പൈസ ചിലവാക്കിയിട്ടെന്ന് അറിയോ ഓരോ പെൺപിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്റെ തോന്നിവാസം നടക്കാനാണോ എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കിനെ എടുത്തിട്ട് അടിക്കുവാണ്. ഇവർക്ക് സമയത്ത് ഫുഡും വെള്ളവും എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് എഗ് അവിടെ നിന്ന് പോകുന്നത്. ഇനി അവിടുന്ന് എവിഡൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവരവിടെ തിരിക്കുവാണ്. ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സെൻ അവിടെ വന്നിട്ട് ഇവളെടുത്ത് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് നിന്ന് സംസാരിക്കുന്നത്. മാത്രമല്ല പറയുവാണ് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വലിയൊരു കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്,
കുറേ പൈസ ഞാൻ ഇവിടെ ചിലവാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങാണ്ട് കുറേ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അങ്ങാണ്ട് അതൊക്കെ ഷോ ഓഫ് ചെയ്യും. അപ്പോൾ എടുത്തുകൊണ്ട് വിറ്റവരാണ് എനിക്ക് ഈ കാര്യത്തിലൊന്നും താല്പര്യമില്ല, നീ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഷോ ഓഫ് ചെയ്യുന്നത് എന്നെ ഇമ്പ്രസ് ചെയ്യാനാണെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുവാണ്. അപ്പം സെൻ പറയാം, ഓ നീ ഡയറക്റ്റ് ആണല്ലോ, നിനക്ക് എല്ലാ കാര്യം പെട്ടെന്ന് മനസ്സിലായല്ലോ, ഓക്കെ എന്നാൽ നമുക്ക് എല്ലാം പോയി കഴിക്കാം, ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ സമയത്ത് വിറ്റ പറയണേ എനിക്കിതിനെ ഇഷ്ടമല്ല, മാത്രമല്ല നീ ഇവിടെ വന്നില്ലേ ഒന്നും എൻ്റെ പ്രശ്നമല്ല, നീ ദയവ് ഇത് ഇവിടെ നിന്ന് പോവാമോ, എൻ്റെ ലൈഫിലൊന്നും ഇടപെടാൻ വരണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ സെൻ പറയും, നിനക്ക് അവിടുത്തെ CCTV ഫുട്ടേജ് വേണ്ടേ, ആക്ച്വലി ആ കമ്പനിയിൽ എൻ്റെ ഒരു ഉടമസ്ഥയിലുള്ളതാ, ഫുട്ടേജ് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാമെന്ന സമയത്ത് നമ്മുടെ വിറ്റവരാണ്, നിന്നെ കൊണ്ട് ശരിക്കും അത് ഒപ്പിച്ചു തരാൻ പറ്റുമെന്ന്. ഈ സമയത്താണെങ്കിൽ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങുന്ന ഈ പോലീസുകാരും അതുപോലെ ക്യാപ്റ്റനെല്ലാം പറയുന്നത് പെട്ടെന്ന് തന്നെ CCTV ദൃശ്യങ്ങൾ എടുക്കണം എന്നാണ്. മാത്രമല്ല ബൈക്ക് വന്നിട്ട് ഇവിടെ സെൻ നിൽക്കുന്ന കാണുമ്പോൾ വലിയ താല്പര്യമാവുന്നില്ല കേട്ടോ. മാത്രമല്ല ഇവൾ ഇത്ര ലേറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുമല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ വിറ്റിയുടെ അടുത്ത് വീട്ടിൽ പോകാനായിട്ട് അവൻ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. എന്നിട്ട് അവൻ ഓഫീസിൽ ചെന്നിരിക്കുന്ന സമയത്തും ലിങ്ക് വന്നിട്ട് ആ ഒരു CCTV ഫുട്ടേജ് കൊണ്ടുവന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ ബൈ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ ഒരു CCTV ഫുട്ടേജ് കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്തും നമ്മുടെ ലിങ്ക് പറയണം അത് വേറെ ഒന്നുമല്ല, വിറ്റ് ഓൾറെഡി ഇത് എടുത്തു വെച്ചിരുന്നെന്ന് പറയുവാണ്. എന്നിട്ട് ഇവർ ഈ ഫുട്ടേജ് എല്ലാം നോക്കട്ടെ. ഫുട്ടേജ് എല്ലാം നോക്കുന്ന സമയത്ത് ബൈ എന്തോ ഒരു കാര്യം കണ്ടിട്ട് വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതേ സമയം രാത്രി വന്നിട്ട് വിറ്റ് ഇരുന്നിട്ട് അവളുടെ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഈ CCTV ദൃശ്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിരുന്നുകൊണ്ടിരിക്കാം. ആ സമയത്ത് പെട്ടെന്നൊരു പോയിന്റിൽ ഒരു പെങ്കൊച്ച് കുറേ നേരമായിട്ട് അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെങ്കൊച്ചിനെ സാക്ഷിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് അവൾ ആ രാത്രി തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ പോവാട്ടോ. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ലാസ്റ്റ് അവിടെ ലിങ്ക് മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ അടച്ച് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വിറ്റ കയറി വരുന്നത്. അപ്പോൾ ഇവളിങ്ങനെ പറയുവാണ്, എനിക്കൊരു സാക്ഷിയെ കണ്ടുപിടിക്കണം, കാരണം ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അയാളെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ കേസിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ചോദിക്കണം ബൈ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുന്ന സമയത്തും ഇല്ലെങ്കിൽ പറയണ സാറും വന്നിട്ട് ഇതുപോലെ CCTV ഫുട്ടേജ് നോക്കിയിട്ട് പെട്ടെന്ന് എങ്ങോട്ട് വെപ്രാളപ്പെട്ട് പോയി, ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരേ കക്ഷിയായിരിക്കും നോക്കുന്നതെന്ന് പറയുവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് ക്യാപ്റ്റൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വിറ്റ് ചോദിക്കണം നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമ്മുടെ ലിങ്ക് പറയാണ്, ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ്റെ അനുവാദമില്ലാതെ ചെയ്തു വിടാം, എങ്കിലും ഓക്കെ ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് അവിടെ നിന്ന് പോവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ആ ഒരു ബൈ വന്നിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച ആ ഒരു CCTV ഫുട്ടേജ് ഇല്ലേ, അത് അങ്ങനെ തന്നെ ഓപ്പൺ ആയിരിക്കും. അത് ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ വിറ്റയ്ക്ക് വന്നിട്ട് ഒരു കമ്പനി കിട്ടുവാണ്. അപ്പോൾ ആ കമ്പനിക്കായിരിക്കും നമ്മുടെ ബൈ പോയെന്ന് പറഞ്ഞിട്ട് അവനെ സേഫ് ആക്കാൻ വേണ്ടി ഇവള് പോവുക. ഓൾറെഡി ഇവൾക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല, എന്നിട്ട് പോലും ബൈയിനെ രക്ഷിക്കാനാണ് പോലും ഇവള് പോകുന്നത്. എന്നിട്ട് ഇവളവിടെ ചെന്ന് ഒളിച്ചിരിക്കുന്നത് ഇവനും കാണൂട്ടോ. ഇപ്പോൾ ഇവനിവിടെ ഒളിച്ച് നിൽക്കുമല്ലയോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒളിച്ച് നിന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വിറ്റിയാണെങ്കിൽ കുറച്ചുകൂടെ ഇറങ്ങിപ്പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ബൈക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇവളെ പിടിച്ചു വലിച്ച് ഇവൻ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് വന്ന് അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവണം അവിടെ രണ്ടുപേരും നിൽപ്പുണ്ടെന്ന്. ലാസ്റ്റ് ഇവർ തോക്കും ചൂട്ടി വരുന്ന സമയത്ത് ഇവരവിടെ കാണത്തില്ല കേട്ടോ. അപ്പോഴേക്കും സൈഡിൽ നിന്ന് വന്ന് ബൈ വന്ന് അവരെ അടിച്ചിടുവാണ്. ഒരാൾ വന്നിട്ട് നമ്മുടെ വിറ്റയെ പിടിച്ചു വെച്ചേക്കുക. മാത്രമല്ല നമ്മുടെ ബൈയിന്റെ മുഖം കാണുന്ന സമയത്ത് അവര് പറയും ഇതല്ലേ മറ്റേ ബ്ലാക്ക് ലയൺ മനസ്സിലാവുകയാണ്. ലാസ്റ്റ് രണ്ടുപേരും എല്ലാവരും അടിച്ചിട്ടിട്ട് അവരവരെ ബൈയിന്റെ കാറിന്റെ അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. എന്നിട്ട് ബൈ പറയണം, നീ ഒറ്റ കാരണം എനിക്ക് ഇന്ന് ഇത്രയും പ്രശ്നം വന്നത്, നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ഇതിപ്പോൾ നിന്റെ വർക്ക് ടൈം അല്ല, നീ ഇന്നിപ്പോൾ വന്നേന്നും. അപ്പം നമ്മുടെ വിറ്റ് പറയണം, എന്താ ഞാനൊരു പോലീസുകാരിയല്ലേ, എനിക്ക് എന്താ വന്ന് അന്വേഷിച്ചുകൂടെ, ഇതിൻ്റെ വർക്ക് ടൈം അല്ലെങ്കിൽ എന്തുവാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അവള്. എന്നിട്ട് അവൾ പറയാം, ഒരു പോലീസുകാരി എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ള ജീവൻ രക്ഷിക്കുക എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവൻ ചോദിക്കുക, ഓ അപ്പോൾ നീയാണല്ലോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇവിടെ ചോദിക്കുക, അപ്പോൾ ആരായി ബ്ലാക്ക് ലയൺ എന്ന് ചോദിക്കുക കേട്ടോ. ആ പേര് കേട്ടപ്പോൾ നിങ്ങൾ എന്തിനാ പെട്ടെന്ന് സ്തംഭിച്ചു പോയെന്നൊക്കെ ചോദിക്കുക. അപ്പോഴും അവനൊന്നും പറയാതെ പോവാണ്. പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ഇവൾ ഓൾറെഡി ലിങ്കിൻ്റെ അടുത്തും കണ്ടിട്ടുള്ള ആ ഒരു സാക്ഷിയെ കൊണ്ടുവരാൻ പറഞ്ഞാണല്ലോ. അപ്പോൾ എല്ലാവരും ഇവളെ വന്നിട്ട് ഭയങ്കരമായിട്ട് പൂഴ്ത്തിക്കൊണ്ടിരിക്കും, നല്ല വർക്കാണ് വിറ്റ, നീ എന്തായാലും നല്ലൊരു കാര്യം കണ്ടുപിടിച്ചതെന്ന്. എന്നിട്ടാണെങ്കിൽ ലിങ്ക് അങ്ങോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ അന്ധയാണ്, കണ്ണ് കാണാൻ ഒക്കത്തില്ല. ഈ ഒരു സാക്ഷിയുടെ പേരാണ് മൂ. അതോടുകൂടി ബാക്കിയുള്ളവരൊക്കെ പിന്നെയും നിരാശരാകുക. പറയും, ഓ ഈ കണ്ണ് കാണാത്ത ആളെ കൊണ്ടായിരിക്കും നീ സാക്ഷി പറയിപ്പിക്കാൻ പോകുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വിറ്റയെ കളിയാക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.